ഇറാന്റെ അപ്രതീക്ഷിത നീക്കം ലോകത്ത് വലിയ ചർച്ചയാവുകയാണ്. ഇന്ത്യക്ക് മറ്റ് ലോകരാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമില്ലാത്തത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രം. നിർണായകമായ ഈ ചുവടുമാറ്റം ഇറാൻ നടത്തിയിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടാണ്. അവർ പറയുന്നു ഹോർമുസ് കടലിടുക്കിൽ വിലക്ക് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രമാണ് എന്നുള്ളത്. ഹോർമുസ് കടലിടുക്ക് സംബന്ധിച്ച പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് സുപ്രധാനമായ ഈ തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നത് എന്നത് നിർണായകമാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇക്കാര്യം പ്രഖ്യാപിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് തന്ത്രപ്രധാനമായ പാതയാണ്, അതിപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ വിലക്കുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിൻ്റെയും കപ്പലുകൾക്ക് മുന്നിൽ മാത്രമാണ്, അല്ലാതെ പാത പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന് പറയുകയാണ്. തുറന്നു കിടക്കുന്നു. നമ്മുടെ ശത്രുക്കളുടെയും നമ്മളെ ആക്രമിക്കുന്ന അവരുടെ സഖ്യകക്ഷി രാജ്യങ്ങളുടെയും കപ്പലുകൾക്കും ടാങ്കറുകൾക്കും മുന്നിൽ മാത്രമാണ് ഹോർമുസ് അടയുക എന്ന് പറയുകയാണ് ഇറാൻ. എല്ലാ സ്വാതന്ത്ര്യവും മറ്റ് രാജ്യങ്ങൾക്കുണ്ട് എന്നും അബ്ബാസ് അരാഗ്ചി പ്രധാനമായും പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നൂറുകണക്കിന് കപ്പലുകൾ ഈ പാതയിൽ കുടുങ്ങിക്കിടക്കുന്നതിനിടയിലാണ്. അത് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള കപ്പലുകളുണ്ട്. ഇറാന്റെ വളരെ പ്രധാനമായ ഈ പ്രസ്താവന വരികയും മറ്റും ചെയ്യുന്നത് അത് അമേരിക്കയും ഇസ്രായേലിനെയും വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇറാനെ ആക്രമിക്കുന്നവർക്ക് മാത്രമാണ് നിയന്ത്രണമെന്നും മറ്റ് ലോകരാജ്യങ്ങൾക്ക് നിയന്ത്രണമില്ല എന്നും പറയുമ്പോൾ ലോകത്തിന് മുന്നിൽ തങ്ങൾ കാരണം ഒരു പ്രതിസന്ധി മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ കൂടി ഇറാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇറാൻ പറഞ്ഞു കേട്ടോ. റഷ്യയും ചൈനയും ഇറാന് സൈനിക പിന്തുണ നൽകുന്നുണ്ടെന്നും അവർ ഇറാന്റെ നയതന്ത്ര പങ്കാളികളാണെന്നുമായിരുന്നു അരാഗ്ചിയുടെ മറുപടി. വലിയ സഹകരണം ഇരു രാജ്യങ്ങളുമായി ഉണ്ട് എന്നും അത് തുടരുന്നുവെന്നും ഇറാൻ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമുണ്ട്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, നിർണായകമായ പ്രസ്താവനയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, സംശയമില്ല. മറ്റ് ലോകരാജ്യങ്ങൾക്ക് ആശ്വാസമാണ്, ഒപ്പം തന്ത്രപ്രധാനമായ ചില നീക്കങ്ങളും ഇത് സംബന്ധിച്ച്. കാരണം ലോകരാജ്യങ്ങൾ ഒട്ടാകെ ഇറാനെ കുറ്റപ്പെടുത്തുമല്ലോ അവരുടെ ഓയിൽ നീക്കവും മറ്റും നിലച്ചാൽ. പല ക്ഷാമങ്ങളും അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ നീക്കം നിർണായകമാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളൊട്ടാകെ കടുത്ത പ്രതിസന്ധി തന്നെ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ നേരിടുന്നുണ്ട്. പല രാജ്യങ്ങളും പല നിയന്ത്രണങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തി വരുന്നുണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ മുൻപ് തന്നെ അതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, അതുപോലെ ഉത്തര കൊറിയ, തായ്ലൻഡ് അടക്കം നിരവധി രാജ്യങ്ങളിൽ നിയന്ത്രണം വന്നു കഴിഞ്ഞു. അതുപോലെ ശ്രീലങ്കയും ബംഗ്ലാദേശും കടുത്ത പ്രതിസന്ധിയിലാണെന്നുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ LPGയുടെ വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരവാദികൾ അമേരിക്കയും ഇസ്രായേലുമാണ്, തങ്ങളല്ല എന്ന് തന്നെയാണ് ഇറാന്റെ പുതിയ ഒരു നറേറ്റീവ് എന്ന് പറയുന്നത്. അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാഗ്ചിയാണ് ഇപ്പോൾ നിലവിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഹോർമുസ് കടലിടുക്ക് തുറന്നു തന്നെ കിടക്കുകയാണ്. ഇത് തെറ്റായ പ്രചരണം നടത്തുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. മറ്റ് രാജ്യങ്ങളെ തങ്ങൾക്കെതിരെ